ഇന്ന് നമുക്ക് ചിക്കനും കുമ്പളങ്ങയും കൂടിയിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ തൃശ്ശൂർ സൈഡിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കറിയാണിത്. നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തേക്കുന്ന ചിക്കൻ നാടൻ ചിക്കനാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുമ്പളങ്ങ. ഇതും ഞാനൊരു 1/2 കിലോ എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഞാനിവിടെ ഒരു 6 വലിയ വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് അത് നമ്മുടെ എരിവിനനുസരിച്ചെടുക്കുക. പിന്നെ ഒരു സവാള സ്ലൈസ് ചെയ്തെടുത്തത്, ഒരു തക്കാളി ചോപ്പ് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. ആ ഗരം മസാല പൊടിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. ഒരു 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചെടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഈ കറിയിലേക്ക് കുറച്ച് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ വേണം. ഞാനിവിടെ ഒരു തേങ്ങ പിഴിഞ്ഞ് പാലെടുത്തിട്ടുണ്ട്. അത് 1-ാം പാലും 2-ാം പാലും സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. അത് 1-ാം പാൽ കുറച്ചെടുത്താൽ മതി, 2-ാം പാൽ കുറച്ച് കൂടുതൽ എടുക്കുക. പിന്നെ ഈ കറിയിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഞാനൊരു 4 വലിയ ചുള ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഞാൻ വേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ വേപ്പിൻ്റെ ഇലയും കൂടി ചേർക്കണം. ഈ കറി നമുക്ക് മൺകലത്തിൽ വെക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മൺകലം വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ കറി നമുക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം. ഡ്രൈ എണ്ണയിലേക്ക് നമുക്ക് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ടൊന്ന് വഴറ്റാം. ഈ കറി നല്ല ടേസ്റ്റുള്ള കറിയാണിത്. അത് നമുക്ക് ചിക്കനിൽ നമ്മൾ കുമ്പങ്ങിയിട്ട് വെക്കാമെന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ വലിയ രസമില്ലെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുള്ള കറിയാണിത്. സവാളയ്ക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ മഞ്ഞൾപ്പൊടി നമുക്ക് എണ്ണയിലിട്ടിട്ടൊന്ന് മൊരിക്കാം. നമുക്ക് ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഈ മല്ലിപ്പൊടി നമുക്ക് എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിക്കണം. നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. നമുക്ക് ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടി ചേർക്കാം. ആ മസാലപ്പൊടി പകുതി ഇപ്പം ചേർക്കാം. ബാക്കിയുള്ളത് നമുക്ക് കറിയുടെ ഏറ്റവും അവസാനം ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് തക്കാളി ഒന്ന് വേവിക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇപ്പം നമുക്ക് തക്കാളിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. നമുക്ക് മൂടി വെച്ചിട്ട് ആദ്യം തന്നെ നമുക്ക് തക്കാളി ഒന്ന് വേവിക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേവിക്കണം. കാരണം എന്ന് വെച്ചാൽ മസാല കൂടുതലുണ്ട്, തക്കാളി വളരെ കുറച്ചുള്ളൂ. തീ കൂട്ടിയിട്ടുണ്ടെങ്കിൽ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകും. നമുക്കത് മൂടി വയ്ക്കാം. നമുക്ക് അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നേരത്തെ നമ്മൾ തക്കാളി ഇട്ടപ്പോൾ തക്കാളി വേവാനുള്ള ഉപ്പ് മാത്രമേ ഇട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ചിക്കൻ പകുതി ഒന്ന് വേവിക്കാം. അതുകൊണ്ട് നമ്മൾ പകുതി വേവിച്ചിട്ട് വേണം നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാൻ വേണ്ടി. നമുക്ക് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. കറി ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. നമുക്ക് മൂടി വയ്ക്കാം. നമുക്ക് ഇനി ഇടയ്ക്ക് നമുക്ക് കറി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നമുക്ക് ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാലും കുമ്പളങ്ങയും ചേർക്കാം. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് 2-ാം പാൽ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുമ്പളങ്ങ ചേർക്കാം. 2-ാം പാൽ ചേർക്കാം. തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. നമുക്ക് നമുക്ക് കറിയിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. അത് നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കുമ്പോൾ ആ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തേങ്ങാപ്പാലും കുമ്പളങ്ങയും ചേർക്കുമ്പോൾ പിന്നെ ആവശ്യത്തിന് ഉപ്പ് രണ്ടാമത് നമുക്ക് ചേർക്കാം. അത് ഉപ്പ് എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ്റെ ഉള്ളിലേക്ക് ഉപ്പ് നന്നായിട്ട് പിടിക്കും. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് നമുക്ക് ഈ കറി വേവിക്കാം. ഈ കറി നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1-ാം പാലും ബാക്കിയുള്ള ഗരം മസാലയുടെ പൊടിയും കൂടി ചേർക്കാം. അപ്പോൾ നമുക്ക് മൂടി വയ്ക്കാം. നമുക്ക് അപ്പോൾ നമ്മുടെ കറിയിലെ ചിക്കനും കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ കുമ്പളങ്ങ നമ്മൾ ഉടഞ്ഞു പോകാണ്ട് നോക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 1-ാം പാൽ ചേർക്കാം.
ഇതിലേക്ക് ബാക്കിയുള്ള ഗരം മസാലപ്പൊടിയും ചേർക്കാം. ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കറിയിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാം. നമുക്ക് ഇപ്പോൾ നമ്മൾ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിയിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാം. നമുക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് നമുക്ക് ആദ്യം നമുക്ക് ഉണക്കമുളക് ഇടാം. ഉണക്കമുളക് ഏറ്റവും ആദ്യം നമുക്ക് എണ്ണയിൽ ഇട്ടിട്ടൊന്ന് മുരിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളി ചേർക്കാം. ചുവന്നുള്ളി മുരിഞ്ഞിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു മുളക് പൊടി കൂടി ചേർക്കാം. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടും. ഈ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ഈ മുളകും ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിയണം. ആ മുളകും വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്.